മഗധയ്ക്ക് ശേഷം ടൈം ലൈനിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കനോജാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കനോജാണ്. കനോജ് ഭരിച്ച ഡൈനാസ്റ്റീസ് നോക്കാം. ആദ്യത്തെ വംശമാണ് ഇത്. പെട്ടെന്ന് കഴിയുന്ന ഒരു ഹിസ്റ്ററിയാണ് കനോജിൻ്റെ. ഡീറ്റെയിൽ ആയിട്ട് കനോജ് നമ്മൾ പഠിക്കും, ഭയങ്കര ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഫണ്ണി ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഹിസ്റ്ററിയിലെ ഏൻഷ്യൻറ്റിലും മെഡിവൽ ഹിസ്റ്ററി പീരീഡിലും കുറേ കാര്യങ്ങൾ നമുക്ക് തമാശ രൂപത്തിലൊക്കെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളും ഉണ്ട്. ഫാക്റ്റും നമുക്ക് പഠിക്കാൻ പറ്റും, അത് തമാശ രൂപത്തിൽ എത്തുകയും ചെയ്യും. ഇത് കനോജിൽ ചെല്ലുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഡൈനാസ്റ്റിയുള്ള പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കനോജ് ഭരിച്ച ആദ്യത്തെ വംശമാണ് മോഖാരീസ്. ആദ്യത്തെ വംശമാണ് കനോജ് ഭരിച്ചത്, മോഖാരീസ്. അടുത്ത വംശമാണ് പുഷ്യബുത്തീസ്. അടുത്ത വംശമാണ് പുഷ്യബുത്തീസ്. അപ്പം മോഖാരീസ്, പുഷ്യബുത്തീസ്. പുഷ്യബുത്തീസിൽ ആകെ ഒരു രാജാവ് ഭരിച്ചോളൂ, മോഖാരീസിലും ആകെ ഒരു രാജാവേ ഭരിച്ചിട്ടുള്ളൂ. പുഷ്യബുത്തീസിലെ രാജാവാണ് കനോജ് ഭരിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാജാവ്. നിങ്ങൾ ചിലപ്പം പേര് കേട്ടിട്ടുണ്ടാവും, കിങ് ഹർഷവർദ്ധൻ. ഹർഷവർദ്ധൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹർഷവർദ്ധൻ്റെ ടൈം പീരീഡും നമുക്ക് പഠിക്കണം. 606 AD മുതൽ 648 AD വരെ. 606 AD മുതൽ 648 AD വരെ. അപ്പോൾ പുഷ്യബുത്തീസിലെ രാജാവായിരുന്നു, ഒരേ ഒരു രാജാവായിരുന്നു ഹർഷവർദ്ധൻ. ഈ ഒരു ടൈം പീരീഡിനെ ചില സമയത്ത് ഹിസ്റ്റോറിയൻസ് വർദ്ധനാസ് എന്നൊക്കെ ഈ ഹർഷവർദ്ധൻ്റെ ഡൈനാസ്റ്റിനെയൊക്കെ വിളിക്കാറുണ്ട് ചില സമയത്ത്. അപ്പോൾ പുഷ്യബുത്തീസ് വംശമുണ്ട്. പുഷ്യബുത്തി വംശം ഭരിച്ചത് ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധൻ്റെ ഇമ്പോർട്ടൻ്റ് ടൈം പീരീഡ് 606 മുതൽ 648 AD വരെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡ് ഇവിടെ തീരുകയാണ്. ഓൾമോസ്റ്റ് ഈ ഹർഷവർദ്ധൻ്റെ പീരീഡിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡ് തീർന്നിട്ട് മെഡീവൽ ഹിസ്റ്ററി പീരീഡ് തുടങ്ങും. പക്ഷേ ഞാൻ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് പഠിച്ചു പോകാൻ ഈസി. കുറച്ച് കാര്യം കൂടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ആ കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് ടൈം ലൈൻ, ഇന്നത്തെ ടൈം ലൈൻ ഞാൻ ആ കാര്യങ്ങളൂടെ പറഞ്ഞ് മെഡീവൽ ഹിസ്റ്ററിയിലോട്ട് എൻ്റർ ചെയ്ത് കുറച്ച് പീരീഡൂടെ പറഞ്ഞ് നിർത്തിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി മെഡീവൽ ഹിസ്റ്ററി പീരീഡ് മുഴുവനായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് സെഷനിൽ നോക്കും. അപ്പോൾ കനോജ് ഭരിച്ച ആദ്യത്തെ വംശം മോഖാരീസ്, രണ്ടാമത്തെ വംശം പുഷ്യബുത്തീസ്. അതിലെ രാജാവായിരുന്നു ഹർഷവർദ്ധൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ് 606, 606 മുതൽ 648. 606 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. 648 6ഉം 48 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്നൊക്കെ ഓർത്ത ഈ സംഖ്യ കുറച്ചുകൂടെ ഓർമ്മയിലിരിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സും ബെറ്റർ ആവുന്ന, മാത്സും ഗ്രാജുവലി ബെറ്റർ ആവുന്ന. അങ്ങനെയാണ് കേട്ടോ, നമ്പേഴ്സ് മനസ്സിൽ കണ്ട് ശീലിച്ചിട്ടാണ്. അപ്പോൾ 606 648 606 648 എന്ന് എൻ്റെ മനസ്സിൽ വരും പുഷ്യബുദ്ധിയുടെ ടൈം പീരീഡ്. അപ്പോൾ അടുത്ത ഭരിച്ചിരുന്ന ഒരു വംശത്തിൻ്റെ പേരില്ല, രാജാവിൻ്റെ പേരാണ് കിങ് യശോവർമ്മൻ. ഇവിടെ എല്ലാം ഓരോരോ ചക്രവർത്തിമാർ മാത്രം ഈ 3 പേരുടെയും കേസിൽ ഓരോരുത്തർ വീതേ ഭരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കിങ് യശോവർമ്മനാണ് അവിടെ ഭരിച്ചത്. വലിയൊരു കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, പേര് മാത്രം പഠിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മൂന്നാമത് കനോജ് ഭരിച്ചത് കിങ് യശോവർമ്മനായിരുന്നു. അടുത്തത് കിങ് യശോവർമ്മന് ശേഷം കനോജിൻ്റെ റൂളിന് വേണ്ടി അടുത്ത 50ഓളം വർഷം നീണ്ട യുദ്ധം നടക്കുന്നുണ്ട്. 3 രാജ്യങ്ങളുടെ ഇടയിൽ. ശരിക്കും 3 പേര് ഒന്നിച്ച് യുദ്ധം ചെയ്തതല്ല, 2 പേര് തമ്മിൽ ആദ്യം യുദ്ധം ചെയ്തു, അവരെടുത്ത് ജയിച്ച ആളെടുത്ത് മൂന്നാമത്തെ രാജ്യമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഏകദേശം 50 വർഷത്തോളം നീണ്ടു നിന്ന 3 വംശങ്ങളുടെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് ഹിസ്റ്റോറിയൻസ് ട്രൈപാർട്ടൈറ്റ് കൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തെങ്കിലും കാര്യം റെഡ് കളറിലോ ബോൾഡായിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് അത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രൈപാർട്ടൈറ്റ് കൺഫ്ലിക്റ്റ്, അതിൻ്റെ അർത്ഥം 3 പാർട്ടികളുടെ കൺഫ്ലിക്റ്റ്, യുദ്ധം നടന്നു. ആരൊക്കെയാണ് ആ 3 വംശങ്ങൾ? ആ 3 വംശങ്ങളായിരുന്നു പ്രതിഹാരാസ്, പാലാസ് ആൻഡ് രാഷ്ട്രകൂട്ടാസ്. രാഷ്ട്രകൂട്ടാസ് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നീട് നമ്മൾ വീണ്ടും ഈ പേര് പഠിക്കും. പാലാസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് നോക്കും. പ്രതിഹാരാസ് ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് വരും. അപ്പോൾ ട്രൈപാർട്ടൈറ്റ് കൺഫ്ലിക്റ്റിൽ 3 രാജവംശങ്ങൾ തമ്മിലാണ് യുദ്ധം നടന്നത്, പ്രതിഹാരാസ്, പാലാസ് ആൻഡ് രാഷ്ട്രകൂട്ടാസ്. അതിൽ അൾട്ടിമേറ്റ്ലി വിജയിക്കുന്നത് പ്രതിഹാരാസ് ആണ്. പ്രതിഹാരാസിന് ആണ് അടുത്ത കുറച്ച് ആൾ കനോജ് ഭരിക്കുന്നത്. പ്രതിഹാരാസിനകത്തൊരു കാര്യം നടന്നതുകൊണ്ട് അവിടുത്തെ റൂളിങ് ഗഹാഡ് വാലീസ് എന്ന് പറയുന്ന കനോജിലെ ലാസ്റ്റ് വംശം പിടിച്ചെടുക്കുന്നു. ഗഹാഡ് വാലീസിൻ്റെ ഒടുക്കത്തോടു കൂടി കനോജ് നിൽക്കുന്നു. അപ്പോൾ ഓർക്കുക, പ്രതിഹാരാസും ഗഹാഡ് വാലീസും ഇവ രണ്ടും രജപുട്ട് ക്ലാൻസ് ആണ്, രജപുട്ട് വംശങ്ങളാണ്. രജപുത്രന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അവരെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ പ്രതിഹാരാസും ഗഹാഡ് വാലീസും 2 രജപുട്ട് ക്ലാൻസ് ആണ്. അപ്പോൾ അവരുണ്ടായി വരുന്ന ഈ ഒരു ഹർഷവർദ്ധൻ്റെ കാലഘട്ടം തൊട്ട് ഈ രജപുട്സ് എന്ന് പറഞ്ഞൊരു ക്ലാനുകൾ, രജപുത്രന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ഡെവലപ്പായി വരുന്നത് ഈ ഹർഷവർദ്ധന് ശേഷമുള്ള പീരീഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെഡീവൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ ട്രൈപാർട്ടൈറ്റ് കൺഫ്ലിക്റ്റിൽ വിജയിക്കുന്ന പ്രതിഹാരാസ് ആണ്. പക്ഷേ ലേറ്റർ പ്രതിഹാരാസിനെ റീപ്ലേസ് ചെയ്ത് ഗഹാഡ് വാലീസ് വന്നു. ഗഹാഡ് വാലീസിനെ ഇല്ലാതാക്കുന്ന പിന്നീട് വന്ന് ഫോറിൻ ഇൻവേഷൻസ് ആണ്. അതെന്താ നമ്മളിപ്പോൾ പറയും.
അപ്പോൾ ഇതോടുകൂടി നോർത്ത് ഇന്ത്യ കനോജ് ഭരിക്കുന്നത് എൻഡാകുകയാണ്. മെഡീവൽ ഹിസ്റ്ററി പീരീഡിലാണ് നമുക്കറിയാം ഇസ്ലാമിക് രാജാക്കന്മാരുടെ റൂള് പോകുന്നത്. ആ ഇസ്ലാമിക് രാജാക്കന്മാരുടെ റൂളിലേക്ക് എത്തിക്കുന്നത് ഇനി പറയാൻ പോകുന്ന 2 സെറ്റ് ഫോറിൻ ഇൻവേഷൻസ് ആണ്. അപ്പോൾ ടൈം ലൈനിൽ നമ്മൾ കനോജ് വരെ എത്തി നിൽക്കുന്നു. കനോജിൻ്റെ ഡൈനാസ്റ്റീസ് പഠിച്ചു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടർക്കിഷ് ഇൻവേഷൻസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ നിന്നുള്ള ടർക്ക് വംശത്തിലുള്ള രാജാക്കന്മാരുടെ ഇൻവേഷൻ. അഫ്ഗാനിസ്ഥാൻ എവിടെയാണ്? അപ്പോൾ ഇത് നോക്കിയേ, മനോഹരമായ എൻ്റെ മാപ്പാണ്. ഇത് ഇന്ത്യയാണ്. ആരും എന്നെ ഒന്നും പറയരുത്, ഇത്രയും മനോഹരമായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഇത് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ ഇവിടെ ആയിട്ട് നമ്മുടെ പാകിസ്ഥാൻ വരും. പാകിസ്ഥാന് ഇവിടെ ആയിട്ട് നമുക്ക് മുകളിലായിട്ട് നമുക്ക് അഫ്ഗാനിസ്ഥാൻ വരും. ഇങ്ങനെയാണ് വരുന്നത്, അഫ്ഗാനിസ്ഥാൻ വരും. ഇതിന് ഇപ്പുറത്തേക്ക് നമുക്ക് ഇറാൻ വരും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അധിനിവേശത്തിന് 2 രാജാക്കന്മാർ വരുന്നു, 2 ചക്രവർത്തിമാർ വരുന്നു. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 സെറ്റ് ഫോറിൻ ഇൻവേഷനാണ് വരുന്നത്. ആദ്യം ഇന്ത്യയിലേക്ക് വന്ന വ്യക്തി, ഈ 2 പേരുടെയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ വരും. അതിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ഇവിടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളാണ്, നിങ്ങൾ പലർക്കും അറിയാം, മഹ്മൂദ് ഗസ്നി. രണ്ടാമത്തെ ആളാണ് മുഹമ്മദ് ഗോറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജാവിൻ്റെ പേര് മഹ്മൂദാണ്. അയാൾ അയാളുടെ രാജ്യത്തിൻ്റെ പേര് ഗസ്നയാണ്. ഗസ്നയിൽ നിന്ന് വന്ന മഹ്മൂദ് ഗസ്നിയായി മാറി. അടൂർ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്നതാണ്. അടൂരാണ് ഇവിടുത്തെ ഗസ്നി, ഗോപാലകൃഷ്ണനാണ് ഇവിടുത്തെ മഹ്മൂദ്. അതായത് രാജാവിൻ്റെ പേര് ശരിക്കും മഹ്മൂദാണ്. ഗസ്നയിൽ നിന്ന് വന്നതുകൊണ്ട് ഹി വാസ് കോൾഡ് മഹ്മൂദ് ഗസ്നി. ഗോർ എന്ന് പറയുന്ന കിങ്ഡത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് മ്യൂസുദ്ദീൻ മുഹമ്മദ്. അതുകൊണ്ടാണ് അയാളെ മുഹമ്മദ് ഗോറി എന്ന് വിളിച്ചത് കേട്ടോ, പേരിൻ്റെ കൂടെ ചേർത്തതാണ്. അപ്പോൾ ഇങ്ങനെ 2 രാജാക്കന്മാരാണ് അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ നിന്ന് ഇന്ത്യയിൽ വന്നത്. ഇവർ രണ്ടുപേരും ടർക്ക് വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ റീജിയനിലുള്ളവരാണോ ടർക്ക് വംശക്കാർ? അല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും, എസ്പെഷ്യലി നമ്മുടെ ഏഷ്യയിലുള്ള ഗ്രാസ് ലാൻഡ്സ്, നമ്മുടെ മംഗോളിക്കൊക്കെ മുകളിലുള്ള ഗ്രാസ് ലാൻഡ്സിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കന്നുകാലികളെ മേയിച്ച് നടന്നിട്ടുള്ളവരാണ് ടർക്ക് വംശത്തിൽപ്പെടുന്നവർ. അവർ ട്രൈബൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആ ട്രൈബൽ ഗ്രൂപ്പുകൾ പലപ്പോഴും ലോകത്തിൻ്റെ പല പാർട്ടിലും, യൂറോപ്യൻ റീജിയനിലും ഏഷ്യയുടെ പല റീജിയനിലും ഒക്കെ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ചില യുദ്ധങ്ങൾ അവർ തോൽക്കുന്ന യുദ്ധങ്ങളിൽ അവരെ പിടിച്ച് അടിമകളാക്കും. ചിലയിടത്ത് അവർ ജയിക്കും, അവിടെ അവർ രാജാക്കന്മാരാകും. അങ്ങനെ പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ടർക്ക് വംശത്തിൽപ്പെട്ടവരെ കാണാം, കണ്ടിട്ടുണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പലപ്പോഴായിട്ട്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ റീജിയൻ ഭരിച്ചിട്ടുള്ള ടർക്ക് വംശത്തിൽപ്പെട്ടവരാണ് ഈ മഹ്മൂദ് ഗസ്നി, മുഹമ്മദ് ഗോറിയൊക്കെ കേട്ടോ. അപ്പോൾ ഈ എല്ലാ ടർക്കുകാരും ഒരൊറ്റ ഗ്രൂപ്പൊന്നുമല്ല, പല ചെറിയ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ പല ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിൽ സ്റ്റിൽ അവർ വാറാണ്. അതുകൊണ്ടാണ് അവിടെ അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ ഇപ്പോഴും ഒരുപാട് അരക്ഷിതാവസ്ഥയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതും അവിടെ താലിബാൻ്റെ റൂളും അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന അവിടെയുള്ള ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹ്മൂദ് ഗസ്നി, മുഹമ്മദ് ഗോറിയെയും കുറിച്ചാണ്. അപ്പം മഹ്മൂദ് ഗസ്നി ഇന്ത്യയിൽ വന്നതിനും മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നതിനും 2 കാരണങ്ങളാണ്. മഹ്മൂദ് ഗസ്നി ഇന്ത്യയിൽ വന്നത് അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ അയാളുടെ രാജ്യത്തിൻ്റെ റൂളിംഗ് ബെറ്റർ ആക്കാനുള്ള വെൽത്തിന് വേണ്ടി ഇന്ത്യ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അതിൽ ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ സ്ഥലങ്ങൾ കൊള്ളയടിക്കുന്നു. എവിടെയാണ് കൊള്ളയടിക്കുന്നത്? അന്നത്തെ ഇന്ത്യയിലെ ബാങ്കുകൾ കൊള്ളയടിച്ച് ആ കാശ് തിരിച്ച് നാട്ടിൽ കൊണ്ടുപോയി സ്വന്തം നാട്ടിൽ മനോഹരമായ സ്കൂളുകൾ നിർമ്മിക്കുന്നു, പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നു. ഫർദർ അയാളുടെ രാജ്യം മുകളിലേക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് വിസ്തീർണത്തിനുള്ള യുദ്ധത്തിനുള്ള കാശ് സമാഹരിക്കുന്നു. അതിന് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിലുള്ള ബാങ്കുകൾ കൊള്ളയടിക്കുന്നു. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡാണ്, ഓർക്കണം. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിൽ ഇന്ത്യയിലെ ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ടെമ്പിൾസ് ആണ്. അപ്പോൾ ഇയാളൊരു വളരെ ബുദ്ധിമാനായിട്ടുള്ള ഏബിളായിട്ടുള്ളൊരു ജനറലായിരുന്നു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? നേരെ വന്നു, ഈ രാജ്യത്തിലുള്ള കൊള്ളയടിക്കേണ്ട സ്ഥലങ്ങൾ കൊള്ളയടിച്ചു, അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോയി. ഇവിടെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കീഴടക്കോ ഇങ്ങോട്ട് റൂളിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരാഗ്രഹവും പുള്ളിക്കില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഇന്ത്യയിൽ 1001 മുതൽ 1024 AD വരെയുള്ള കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 17ഓളം തവണ ഇന്ത്യയിൽ വന്നു.
17 തവണയും സക്സസ്ഫുൾ ആയിട്ട് കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അത്രയും ഏബിൾ ആയിട്ടുള്ളൊരു ജനറലായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി പക്ഷേ എന്തിനാണ് ഇന്ത്യയിൽ വന്നത്? കൊള്ളയടിക്കാനൊന്നുമല്ല. പുള്ളിയുടെ അഫ്ഗാനിസ്ഥാനിലുള്ള കിങ്ഡത്തിനെ ഇന്ത്യയിലോട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിനാണ് വന്നത്. ഇന്ത്യ ഒരു റിച്ച് കൺട്രി ആണെന്ന് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ ലോകത്തിൻ്റെ GDPയിൽ തന്നെ വലിയൊരു പാർട്ടായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ റിച്ച് ആണെന്ന് പണ്ട് തൊട്ടേ ആളുകൾക്കറിയാം. അപ്പോൾ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വന്നത് റൂളിംഗ് ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഇന്ത്യയിലേക്ക് പുള്ളിക്കാരൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മഹ്മൂദ് ഗസ്നി ഇന്ത്യയിൽ വന്നതിന് ഏകദേശം 150ഓളം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നത്. അപ്പോൾ മഹ്മൂദ് ഗസ്നി ഇന്ത്യയിൽ വന്നത് റഫ്ലി 1001 AD മുതൽ 1025 AD വരെയാണ്. 1001 മുതൽ 1025 AD വരെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. പുള്ളിയാണ് ആദ്യമായിട്ട് സുൽത്താൻ എന്നുള്ള പേര് സ്വന്തമായി സ്വീകരിച്ച രാജാവ് മഹ്മൂദ് ഗസ്നിയാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ദ പവർ ഓർ അതോറിറ്റി ടു റൂൾ എന്നാണ് ആ വാക്കിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ആദ്യമായി സുൽത്താൻ എന്നുള്ള പേര് സ്വീകരിച്ചത് മഹ്മൂദ് ഗസ്നിയാണ്. പിൽക്കാലത്ത് ആ പേര് സ്വീകരിച്ചത് സൽമാൻ ഖാനാണ് സുൽത്താൻ എന്നുള്ള സിനിമയിലൂടെ, കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് സുൽത്താൻ എന്നുള്ള പേര് സ്വീകരിച്ച രാജാവ് മഹ്മൂദ് ഗസ്നിയാണ്. വർഷം 1001 മുതൽ 1025 AD വരെ. പുള്ളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് ലാസ്റ്റ് തവണ ഇന്ത്യയിൽ വന്നതാണ് ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിളാണ്. ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിളിൻ്റെ അറ്റാക്കാണ് 1025 AD അറ്റാക്ക് ചെയ്തത്. ലൂട്ട് ചെയ്തു കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇവർ ഈ ടെമ്പിളുകളൊക്കെ ലൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇത് ഡിസ്ട്രോയ് ചെയ്തായിരിക്കും കൊള്ളയടിക്കുന്നത്. അവിടെ പ്രൊട്ടക്ഷൻ കാണും, അതൊക്കെ പേരിക്കുമ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അങ്ങനെയാണ് കൊള്ളയടിച്ച് കൊണ്ടുപോയത്. പലപ്പോഴും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഈ രാജാക്കന്മാർ ഇന്ത്യയിൽ വന്ന്, മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിൽ വന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ കൂടുതൽ വരുന്നത്. അതിലൊരു 90% കേസിലും അവർ യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ചിലർ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ മെജോറിറ്റി കാര്യത്തിലും ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൂട്ട് സോമനാഥ് ടെമ്പിളിൽ ലൂട്ട് ചെയ്തതാണ് 1025 AD. അടുത്തത് നമ്മുടെ മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നത്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കാനായിട്ട് ആദ്യത്തെ യുദ്ധം ചെയ്തു വരുന്നത് നേരെ ഇന്ത്യയുടെ ഗുജറാത്ത് റീജിയനിലാണ് വന്ന് കയറുന്നത്. അപ്പോൾ അവിടെ വെച്ച് മൗണ്ട് അബുവിൻ്റെ അടുത്ത് വെച്ചുള്ള ഫസ്റ്റ് യുദ്ധം 1178 ചെയ്തു. 1178 ചെയ്തു. അവിടുത്തെ ചാലുക്യൻ റൂളർ ഭീം സെക്കൻഡുമായിട്ട് യുദ്ധം ചെയ്തു. പക്ഷെ പുള്ളി തോറ്റു യുദ്ധത്തിൽ. അങ്ങനെ പുള്ളി തിരിച്ച് വീട്ടിൽ പോയി. പക്ഷെ പുള്ളി ഒരു വളരെ ഗുഡ് ജനറൽ, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്തു. 13 വർഷം ഹോംവർക്ക് ചെയ്തിട്ട് പുള്ളി അടുത്ത അറ്റാക്ക് വന്നു. ഇത്തവണ ഗുജറാത്തിലല്ല വന്നത്, ഇത്തവണ രാജസ്ഥാനിലാണ് വന്നത്. അവിടെ ചൗഹാൻസ് ആയിരുന്നു. ചൗഹാൻസിനെ റൂൾ ചെയ്തിരുന്നത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. പൃഥ്വിരാജ് ചൗഹാൻ തേർഡായിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനാണ് റൂള് ചെയ്തിരുന്നത്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധം ചെയ്തു 1191 AD ടറൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ. പക്ഷേ ആ യുദ്ധത്തിലും പുള്ളി തോറ്റു. പുള്ളി വീണ്ടും തിരിച്ചു പോയിട്ട് പുള്ളി വീണ്ടും ഹോംവർക്ക് ചെയ്തിട്ട് പൃഥ്വിരാജ് ചൗഹാൻ്റെ ശത്രുക്കളുടെ സപ്പോർട്ടോടുകൂടി അടുത്ത വർഷം തൊട്ട് പിന്നാലെ വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യും. 1192 AD സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടറൈൻ. ഈ യുദ്ധത്തിൽ പുള്ളി ജയിക്കും. പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു നോർത്ത് ഇന്ത്യ ആ സമയത്ത് ഭരിച്ചിരുന്ന ഏറ്റവും പവർഫുൾ റൂളർ. ഇയാൾ വീണ് കഴിഞ്ഞാൽ ബാക്കി പിടിച്ചെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ശരിക്കും മഹ്മൂദ് ഗസ്നിയുടെ അറ്റാക്ക് കൊണ്ടാണ് നമ്മുടെ പ്രതിഹാരാസ് വംശം ഇല്ലാതെയാകുന്നത്. കാരണം പ്രതിഹാരാസ് രാജാവ് മഹ്മൂദ് ഗസ്നിയെ കണ്ട് പേടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് ഓടുമ്പോൾ അയാൾ ഭീരുവെന്ന് മനസ്സിലാക്കുകയും അയാളുടെ കീഴിലുള്ള ഗഹാഡ് വാലീസ് ആ രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്താണ് പ്രതിഹാരാസ് ഇല്ലാതായിട്ട് ഗഹാഡ് വാലീസ് റൂളിങ്ങിലേക്ക് വരുന്നത്. ദെൻ നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മുഹമ്മദ് ഗോറിയുടെ പീരീഡിൽ ഇയാൾ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കാനുള്ള യുദ്ധത്തിൽ ഈ ഗഹാഡ് വാലീസ് ഇയാളെ സഹായിക്കും. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ ഇതേ ഗഹാഡ് വാലിയെ തോൽപ്പിച്ച് കനോജിനും പിടിച്ചെടുക്കുന്നു ഇയാൾ. ഓക്കെ, കനോജിലെ രാജാക്കന്മാർ പൃഥ്വിരാജ് ചൗഹാൻ ശത്രു ആയതുകൊണ്ട് ശത്രുവിനെ സഹായിക്കാൻ ചെന്നതാണെങ്കിലും 1192 AD പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കാൻ കനോജും
ഗഹാഡ് വാലീസ് അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വെച്ചിട്ട് ഇതേ കനോജിനെ പിടിച്ചെടുക്കാൻ അവർ യുദ്ധം ചെയ്തു. ബാറ്റിൽ ഓഫ് ചാന്ദ്വാർ 1194 AD, അതും അയാൾ വിജയിക്കുന്നു. അതോടുകൂടി നോർത്ത് ഇന്ത്യയുടെ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഇനഫ് പാർട്ട് അയാൾ പിടിച്ചെടുക്കുന്നു. 1194 AD മുതൽ 1206 AD വരെ അയാൾ ഇന്ത്യയിൽ പല യുദ്ധങ്ങളും ചെയ്ത് ഇങ്ങനെ അയാളുടെ എംപയർ ഇങ്ങനെ വലുതാക്കി കൊണ്ടിരുന്നു. 1206 അയാൾ തിരിച്ചൊന്ന് വീട് വരെ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി. ആ സമയത്ത് ഇവിടുത്തെ ഇന്ത്യൻ ടെറിട്ടറീസ്, അയാൾ പിടിച്ചെടുത്ത ടെറിട്ടറി എല്ലാം അയാളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സ്ലേവ് സോൾജർ കട്ടപ്പയെ ഏൽപ്പിച്ചിട്ട് പോയി. ഏറ്റവും വിശ്വസ്തനായ സ്ലേവ് സോൾജർ ആരാണ്? കട്ടപ്പയല്ല, കുത്തബുദ്ദീൻ ഐബക്ക്. അയാളുടെ കട്ടപ്പയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പോൾ അയാളും ഒരു സ്ലേവ് സോൾജർ ആയിരുന്നു, ഒരു ടർക്കിഷ് സ്ലേവ് സോൾജർ ആണ്. ബിക്കോസ് പണ്ടങ്ങാണ്ട് അവർ തോൽപ്പിച്ച ടർക്കിഷ് ആർമിയിൽ നിന്ന് കിട്ടിയ ഒരാളാണ്. അയാളാണ് നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ മേജർ ജനറലായിട്ടുണ്ടായിരുന്നത്, കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഗോറി നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് പനി പിടിച്ച് മരിച്ചുപോയി. അപ്പം മുഹമ്മദ് ഗോറിക്ക് ശേഷം അയാളുടെ സഹോദരൻ രാജാവായപ്പോൾ അയാൾക്ക് ഇന്ത്യൻ ടെറിട്ടറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കിന് പറഞ്ഞു, നീ അത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ സ്ലേവ് സോൾജറായ കുത്തബുദ്ദീൻ ഐബക്ക് റൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ മുതലാണ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലെ സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ മുതലാണ് ഇന്ത്യ ഭരിച്ച സുൽത്താൻമാരുടെ കഥ തുടങ്ങുന്നത്, ഡൽഹി സുൽത്താനേറ്റിൻ്റെ കഥ തുടങ്ങുന്നത്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ആദ്യത്തെ രാജവംശത്തിനെ ഹിസ്റ്റോറിയൻസ് വിളിച്ചത് സ്ലേവ് ഡൈനാസ്റ്റി എന്നാണ്, അടിമ വംശം എന്നാണ്. കാരണം ഈ വംശത്തിലെ ആദ്യത്തെ ചക്രവർത്തിമാർ ഒന്നെങ്കിൽ അടിമകളോ അടിമകളുടെ മക്കളോ ആയിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് ഇന്ത്യയിൽ ഇസ്ലാമിക് റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി മെഡിവൽ ഹിസ്റ്ററിയിൽ വരുന്ന കാര്യമാണ്, പക്ഷേ ആ ഒരു ഫ്ലോ ഉള്ളതുകൊണ്ട് ഓർഡർ ഞാൻ പറഞ്ഞു വന്നതാണ്. ഇവിടെ നമ്മൾ മുഹമ്മദ് ഗോറി വരെ പഠിക്കണം. മഹ്മൂദ് ഗസ്നി കാരണം പ്രതിഹാരാസ് ഇല്ലാതായി, മുഹമ്മദ് ഗോറി കാരണം നമുക്ക് എന്ത് പറ്റി? നമ്മളുടെ ഇന്ത്യയിൽ മുസ്ലിം റൂള്, സ്ലേവ് ഡൈനാസ്റ്റി, ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാകാൻ കാരണമായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ടൈം ലൈൻ ഓഫ് നോർത്ത് ഇന്ത്യയുടെ ടൈം ലൈൻ ഇത്രയാണ് വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.